ഇപ്പോൾ ശബരിമലയിലേക്ക് അവിടെ നറുക്കെടുപ്പ് നടക്കുകയാണ്. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കാനുള്ള നറുക്കെടുപ്പാണ് നടക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ കാണാം. MG പ്രതീഷ് നമുക്കൊപ്പം ചേരുകയാണ്. ഈ ആചാരക്രമം അനുസരിച്ച് പന്തളം കൊട്ടാരത്തിൽ ഇളമുറക്കാരാണല്ലോ നറുക്കെടുപ്പ് നടത്തുക. വിവരങ്ങൾ കശ്യപ് വർമ്മയും മൈഥിലി വർമ്മയും അവിടെ എത്തിയിട്ടുണ്ടല്ലോ, പറയൂ വിവരങ്ങൾ. SKN ആചാരക്രമങ്ങൾ പാലിച്ച് ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് ആരംഭിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണൻ ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആ നറുക്കെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ഈ 14 പേരാണ് ഈ ശബരിമല മേൽശാന്തിമാരുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ആദ്യഘട്ടമായി ഈ 14 പേരുടെ പേരുകൾ വായിക്കും. കൃത്യമായി ഈ 2 വെള്ളിക്കുടങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ വെള്ളിക്കുടങ്ങളിൽ ആദ്യത്തെ ഒരു വെള്ളിക്കുടത്തിലാണ് ഈ 14 പേരുകൾ ഉണ്ടായിരിക്കുക. ആ കുടത്തിൽ ഉള്ള 14 പേരുകൾ ആദ്യം വായിക്കും. കാരണം അത് കൂടുതൽ സുതാര്യമാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പേരുകൾ കൃത്യമായി വായിക്കുകയും ആ നറുക്കെടുക്കുന്ന കടലാസിലെ പേരുകൾ തുറന്ന് വായിച്ച് വീണ്ടും ആ വെള്ളിക്കുടത്തിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുക. അതിനുശേഷമായിരിക്കും ഈ നറുക്കെടുപ്പ് നടത്തുന്നത്. ഈ പന്തളം കൊട്ടാരത്തിലെ പ്രതിനിധികളായിട്ടുള്ള കശ്യപ് വർമ്മയും മൈഥിലി വർമ്മയും ഇതിനുവേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ശബരിമല മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന കശ്യപ് വർമ്മയാണ്. ഈ വെള്ളിക്കുടങ്ങളിൽ എഴുതിയിരിക്കുന്ന പേരുകളാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ആ പേര് വായിക്കുകയാണ്. ആ പേര് വായിച്ചതിന് ശേഷം ആ കടലാസ് മടക്കി ആ കുടത്തിലേക്ക് നിക്ഷേപിക്കും. അങ്ങനെ 14 പേരുകളും വായിക്കും. വായിച്ചതിന് ശേഷമായിരിക്കും ആ നറുക്കെടുപ്പ് നടത്തുക. ആദ്യ കുടത്തിൽ 14 പേരുകൾ ഉണ്ടായിരിക്കും. ഈ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട 14 പേരുടെ പേരുകളായിരിക്കും ഉണ്ടായിരിക്കുക. ആ തൊട്ടപ്പുറത്ത് കാണുന്ന മറ്റ് കുടത്തിൽ 14 കടലാസുകൾ ഉണ്ടായിരിക്കും. ആ 14 കടലാസിൽ ഒരു കടലാസിൽ മാത്രം മേൽശാന്തി എന്ന് എഴുതിയിരിക്കും. ഈ നറുക്കെടുക്കുന്നത് ആദ്യ കുടത്തിൽ നിന്ന് ഒരു പേര് വായിക്കും. അതിനുശേഷം മറ്റേ കുടത്തിൽ നിന്ന് ഒരു കടലാസ് എടുക്കും. ആ പേര് വായിക്കുന്ന സമയത്ത് മറ്റേ കുടത്തിൽ നിന്ന് മേൽശാന്തി എന്നുള്ള കടലാസ് ലഭിക്കുകയാണെങ്കിൽ ആ വ്യക്തിയായിരിക്കും വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം മുതൽ ശബരിമല മേൽശാന്തി. അയ്യപ്പനെ ഒരു വർഷക്കാലം പൂജിക്കാനുള്ള അവസരം, ആ ഭാഗ്യം ലഭിക്കുക ആരായിരിക്കുമെന്ന് അറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഓരോ പേരും ഇപ്പോൾ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ വായിക്കുകയാണ്. അങ്ങനെ 14 പേരുകൾ വായിച്ചതിന് ശേഷം ആദ്യ കുടത്തിൽ നിക്ഷേപിക്കും. അതിനുശേഷമായിരിക്കും കശ്യപ് വർമ്മ ഓരോ കടലാസുകളായി അതിൽ നിന്ന് എടുക്കുന്നത്. ആ ഓരോ കടലാസ് എടുക്കുകയും രണ്ടാമതായി മറ്റ് ആ തൊട്ടപ്പുറത്തുള്ള മറ്റ് വെള്ളിക്കുടത്തിൽ നിന്ന് ഒരു കടലാസ് എടുക്കുകയും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നറുക്കെടുപ്പാകുമ്പോഴേക്കും നമുക്ക് മടങ്ങി വരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.